നല്ലതായിരുന്നു. പക്ഷെ മോഹൻലാലിനെ ഞങ്ങൾ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു സ്ക്രീനിൽ, അതുണ്ടായില്ല. മോഹൻലാലിന് വന്ന സമയം ഭയങ്കര പൊളിയായിരുന്നു, പക്ഷെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത അത്രയും സ്ക്രീൻ ടൈം കിട്ടിയില്ല ലാലേട്ടൻ്റെ. അടിപൊളി പടി, അടിപൊളി. നമുക്കെല്ലാവരും പൊളിച്ചടുക്കി. അടിപൊളി 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 പടം. ഇവരൊക്കെ ഭയങ്കര വിഷമത്തില്ല. ലാലേട്ടൻ ഇന്റർവ്യൂ പോലും കിട്ടിയില്ല. പടം ആവറേജ് ആണ്. മോഹൻലാലിനെ യൂസ് ചെയ്തില്ല, പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല. സെക്കൻഡ് ഹാഫ് പോയി. അതെന്ന് വെച്ചാൽ പ്രോപ്പർ ഡയറക്ഷൻ ഇല്ല. മോഹൻലാലിനെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അടിപൊളി, നല്ല ടീമായിരുന്നു. 2020 പണ്ടത്തെ സിനിമയുടെ എഫക്റ്റ് അല്ല, ഇത് വേറൊരു പിക്ചറാണ്. അതെ, അടിപൊളിയായിരുന്നു. പിന്നെ ബ്ലാസ്റ്റ് ആയിരുന്നു. ഇതിന് സ്ലോ ബേസ് ആണ്, പക്ഷെ എന്നാലും അവരുടെ ഒരു കോമ്പോ ഒക്കെ വരുമ്പോൾ അടിപൊളിയാണ്. രണ്ടാളുടെ ഫാൻസിനും ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ട്രീറ്റ് ആണ്. മഹേഷ് നാരായണൻ കിടു കോമ്പിനേഷൻ വാസ് ഗുഡ്, സൂപ്പർ. പോരാ, ആവറേജ് എന്ന് പറഞ്ഞിട്ട് പോരാ. ലാലേട്ടൻ്റെ റോള് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ പടം ഒരു ഉറക്കപൊളിയായി പോയി. കൊള്ളൂല, പൊട്ടപ്പടം അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഇറ്റ് വാസ് നൈസ്, ശരിക്കും കൊള്ളായിരുന്നു. പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോരോ ഇതില്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പടം തന്നെ. ഒരു അത്യാവശ്യം നല്ല സ്കെയിലിൽ വന്നിട്ടുണ്ട്, എന്നാൽ പിന്നെ മോശമായിട്ടുമില്ല. ഇപ്പം നല്ല സ്കെയിലിൽ പറഞ്ഞ പടങ്ങളൊക്കെ അത്യാവശ്യം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പടം. മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്നു, നല്ല രസമുണ്ട് അവരെ കാണാൻ. ഒരു എഫേർട്ട് എടുത്തത് അതൊരു ഫസ്റ്റ് 10 മിനിറ്റ്സിൽ, അതായത് മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഇവരുടെ ഫാൻസ് അസോസിയേഷൻ്റെ ടൈറ്റിൽ കാർഡും പിന്നെ വരുന്ന ഒരു ദൃശ്യത്തിൻ്റെ ട്രെയിലറും, അതെല്ലാം എനിക്ക് മുടക്കിയ കാശെല്ലാം തിരിച്ചു കിട്ടി. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് പടം തുടങ്ങി കഴിയുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കണക്ഷൻ കിട്ടുന്നില്ല. പടം എനിക്ക് ഇപ്പോൾ നമ്മൾ ലൂസിഫറും എമ്പുരാനും തമ്മിൽ വ്യത്യാസമില്ലേ? അതായത് ലൂസിഫർ നമ്മൾ പെട്ടെന്ന് അങ്ങ് കണക്റ്റ് ആകും, പക്ഷേ എമ്പുരാൻ നമുക്ക് അങ്ങനെ കണക്റ്റ് ആവാൻ പറ്റിയില്ല. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിപ്പം എനിക്ക് ഇതിനകത്ത് കുറേ പടത്തിൻ്റെ ഒരു മിക്സ്ചർ. അതായത് ഇപ്പം വേട്ടയൻ മൂവി ഇല്ലായിരുന്നോ രജനീകാന്തിൻ്റെ, അതിനകത്ത് റാണ ഡഗുപട്ടി ചെയ്ത ക്യാരക്ടർ പോലെ ഫഹദിൻ്റെ ക്യാരക്ടർ ഇരുന്നു. പിന്നെ നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ ഈ നരസിംഹം അല്ലെങ്കിൽ നമ്മുടെ 2020 ഒക്കെ കാണുമ്പോൾ ഒരു ഫീൽ കിട്ടത്തില്ലേ? അതെന്തോ ഒരു മിസ്സിങ് ഉണ്ട്.